എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു ഇന്നത്തെ ദിവസം? ഇന്ന് നമുക്ക് മെമ്പേഴ്സ് ഓൺലി ലൈവുള്ള ദിവസമാണ്. അതുകൊണ്ട് ഒരു ചെറിയ റീഡിങ് ഇന്ന് ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്ന് തന്നെ നമുക്ക് നോക്കാം. എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതേപോലെ സബ്സ്ക്രൈബേഴ്സ് ലൈവ് നാളെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നാളെ 11 മണിക്ക്, രാവിലെ 11 മണിക്ക് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് നാളെ ജോയിനിങ് ചെയ്യുക. ഓക്കെ, അതേപോലെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു നാളെ ലൈവിന് വരുന്നവരോടൊരു റിക്വസ്റ്റ് ഉണ്ട്. പരമാവധി ഒറ്റ ചോദ്യമായിട്ട് നിങ്ങളുടെ കാര്യം ചോദിക്കുക കേട്ടോ. കാരണം ഒരുപാട് പേര് ഉണ്ടാവും, അറിയാലോ. സബ്സ്ക്രൈബേഴ്സ് ലൈവിന് ഒരുപാട് ആൾക്കാർ ജോയിനിങ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്കാറ്റേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ നോക്കി 10 പേരുടെ കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ അതേ ആളുടെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ ഞാൻ വീണ്ടും ആ ആളുടെ റീഡ് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ഇടുക. കഴിയുന്നതും ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടുക. കാരണം ഒരുപാട് ലോങ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ പേഴ്സണൽ റീഡിംഗ് അല്ല, ലൈവാണ്. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റിൽ വരുന്നവർക്ക് ക്വസ്റ്റ്യൻ എത്തിപ്പറ്റാൻ പറ്റാത്തൊരു സ്ഥിതിയാവും. അപ്പോൾ ആദ്യം വരുന്നവർ ഷോർട്ടായിട്ട് ക്വസ്റ്റ്യൻ ഇടുക. ടു ദ പോയിന്റ്. നിങ്ങൾക്ക് പ്രസ്സിങ് ഇഷ്യൂ എന്താണോ അത് മാത്രം ചോദിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് നമുക്ക് നോക്കാം. അതേപോലെ കരിയർ റിലേറ്റഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർ എന്താണ് കരിയറിൽ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത്? പുതിയ ജോബാണോ, ജോബ് ചേഞ്ച് ആണോ, അത് സ്പെസിഫിക് ആയിട്ടൊന്ന് പറയുക. ഫ്യൂച്ചർ ചോദിക്കുന്നവർ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താണ് സ്പെസിഫിക് ആയിട്ട് അറിയേണ്ടത്? മാരേജ് ആണോ, കരിയർ ആണോ, അതൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയുക. കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഫ്യൂച്ചർ റീഡിങ് നമുക്ക് അവിടെ സാധിക്കില്ല കേട്ടോ. കാരണം അത് പേഴ്സണൽ റീഡിങ്ങിൽ നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് സാധിക്കുള്ളൂ. അതേപോലെ വേറെ എന്താണ്, ഒറ്റ വാക്കിൽ ഫ്യൂച്ചർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇഗ്നോർ ചെയ്ത് പോവും കേട്ടോ. കാരണം അതിന് സമയമെടുക്കും. അതുകൊണ്ടാണ്. അപ്പം സ്പെസിഫിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം, പ്രസ്സിങ് ഇഷ്യൂ എന്താണോ അത് ചോദിക്കുക കേട്ടോ. അതേപോലെ നിങ്ങളുടെ മകനോ മകൾക്കോ വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ മകൻ്റെയോ മകളുടെയോ പേരും കൂടെ ഇട്ടിട്ട് ചോദിക്കുക. ഇത് വീണ്ടും ഞാൻ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മിസ്സായി പോകും എനിക്ക് പിന്നീട്. ഓക്കെ, നിങ്ങൾ 100ാമത്തേൻ്റെ ഏറ്റവും അവസാനമായിരിക്കും അതിൻ്റെ റിപ്ലൈ ഇടുക. അതെനിക്ക് കാണാൻ സാധിക്കില്ല. മനസ്സിലായല്ലോ. അതേപോലെ വളരെ പ്രസ്സിങ് ഇഷ്യൂ ആണ്, നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കൂടിയേ തീരൂ എന്നാണെങ്കിൽ സൂപ്പർ ചാറ്റ് ഓപ്ഷൻ എടുക്കുക. സൂപ്പർ ചാറ്റിന് പേ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ക്വസ്റ്റ്യനും കൂടി ഇടാൻ മറക്കാതിരിക്കുക. അത് പിന്നീട് നമുക്ക് വീണ്ടും ആ ക്വസ്റ്റ്യൻ റിഫ്ലക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് വൺസ് പേയ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ കേട്ടോ. ക്വസ്റ്റ്യനും കൂടെ തന്നെ ചെയ്യാൻ ഓർക്കുക കേട്ടോ. ഇതാണ് ചില കാര്യങ്ങൾ നാളത്തേക്ക് സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് അവർക്കായിട്ട് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഓണസ്റ്റ് ട്രൂ ഡീപ് ഡൗൺ ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് ഇന്നത്തെ ദിവസം എന്താണ്, ഈ നിമിഷം എന്താണ് എന്ന് കാണിച്ചു തരും. കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ ഫോർ ദൈ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, കാണുന്ന നിമിഷം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരോട് തോന്നുന്ന ഫീലിങ്സ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരും. Five of Wands, 7 of Cups, Star, Lovers, High Priestess, Emperor, King of Cups, 4 of Cups and the Fool. മിക്സ്ഡ് എനർജീസ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. പലരുടെയും എനർജി ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ എനർജിയും ഇന്ന് കണക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോ എന്നെ ഓർക്കുന്നുണ്ട്. മേ ബി, ഐ ഡോണ്ട് നോ, എൻ്റെ ഏതെങ്കിലും ഫ്രണ്ടോ ആരോ എന്നെ ഓർക്കുന്നതായിട്ട് എനിക്കിപ്പോൾ ഹൈ പ്രീസ്റ്റസ് എടുത്തപ്പോൾ എനിക്ക് എൻ്റെ എനർജിയാണ് ഫീൽ ചെയ്തത്. ഓക്കെ, ചിലരെങ്കിലും കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, കൺഫ്യൂഷൻസിൽ കിടക്കുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് നടന്നു, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, ഇങ്ങനെ കൺഫ്യൂസ്ഡായിട്ട് വെക്കാതെ ഒരു തീരുമാനം അറിയിക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞു കാണണം. അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു, വഴക്ക് വന്നു എന്ന് കാണുന്നുണ്ട്.
അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു ദേഷ്യം മനസ്സിൽ ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതേപോലെ അവർ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാത്തതിൻ്റെ കാരണം അവിടെ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ കംപ്ലൈൻറ്റ്. അത് അവർ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. അറ്റ് പ്രസൻറ്റ് അവർ അതിനെപ്പറ്റി ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഫീലിംഗ്, അതിൻ്റെ കൺഫ്യൂഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. ഞാൻ ക്ലാരിഫൈ ചെയ്യുവേ. സ്റ്റാർ, അതേസമയം മറ്റു ചിലർ വിചാരിക്കേണ്ടത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ടാണ് വന്നത്. നിങ്ങളെ അവർക്ക് വിട്ട് കളയാനൊന്നും താല്പര്യമില്ല. ഓക്കെ, എന്ത് റെസ്പോൺസിബിലിറ്റി, എന്ത് വഴക്കൊക്കെ നടന്നാലും നിങ്ങളെ അവർക്ക് വിട്ട് കളയാൻ താല്പര്യമില്ല. കാരണം നിങ്ങൾ അവരുടെ ലൈഫിലെ ലക്കി ചാമാണ്. അതേപോലെ നിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ വന്നതിന് ശേഷമാണ് അവരുടെ ലൈഫിൽ ഒരു വെളിച്ചം വന്നത് എന്നവർ തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെപ്പറ്റി ആലോചിച്ചത്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. ഭയങ്കര ഫീലിംഗ് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളത്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഫീലിങ്സിനോടൊപ്പം അട്രാക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്. ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര ഇൻറ്റ്യൂഷൻ ഉള്ള ഒരാളാണ് എന്ന് അവർക്ക് തോന്നാറുണ്ട്. ഇതെല്ലാം തിരിച്ചും ആയിരിക്കാം, തിരിച്ചും എടുത്തോളണം. ഓക്കെ, കാരണം നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ചില സ്ഥലത്ത് നിങ്ങളുടെ എനർജിയും റിഫ്ലക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇവർ വിചാരിക്കുന്നത് നിങ്ങൾ ഭയങ്കര ഇൻറ്റ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. അവരെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ദൂരെ ഇരുന്നിട്ടായാൽ പോലും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അവർക്ക് വിഷമം വന്നാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും, അവർക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. അവരൊന്നും പറയേണ്ട ആവശ്യം പോലും ഇല്ല. അവർ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ അവരുടെ മനസ്സ് നിങ്ങൾക്ക് വായിച്ചറിയാൻ പറ്റും. ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ പോസിബിൾ ആണെന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. പലരും ഒരുപാട് ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈവൻ ടാരോ റീഡർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ടാരോ ഒരുപാട് കാണുന്ന ആൾക്കാരാണ്. 1-2 കൂടുതലൊക്കെ ടാരോ ഒരു ദിവസം കാണുന്ന ആൾക്കാരായിരിക്കും. ടാരോയിൽ വിശ്വസിക്കുന്നുമുണ്ട്. ഓക്കെ, അതേപോലെ എംപറർ വെച്ചിട്ട് ചിലർക്കെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ മൂലം ഒരു ഹൈ ബ്ലഡ് പ്രഷർ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ അവർ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. BP ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഓക്കെ, ഹൈ BP ആയിട്ട് ഫേസ് ചെയ്യുന്നത് പോലെ കാണുന്നുണ്ട്. ഈഗോ അവിടെ ഒരു ഈഗോ പ്രാക്ടിക്കാലിറ്റി ഒക്കെ അവിടെ ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്നുണ്ട്. സ്നേഹം മനസ്സ് നിറയെ ഉണ്ടെങ്കിലും അവരുടെ ഒരു ഈഗോ മൂലം അവിടെ ഒരു വഴക്ക് നടന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ഇവരൊരു സോറി ഒന്നും പറയില്ല. ഓക്കെ, എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയാണ്. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലൈഫ് സിറ്റുവേഷൻസ് പ്രാക്ടിക്കലായി മാത്രമേ ഡീൽ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നും കൂടെ വിചാരിക്കുന്ന ആൾക്കാരാണ് ചിലർ. ഓക്കെ, സ്നേഹം ഒരുപാടുണ്ട്. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹം തന്നെയാണ്, ഫീലിങ്സ് ഒരുപാട് ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ സിറ്റുവേഷൻ മൂലം, റെസ്പോൺസിബിലിറ്റീസ് മൂലം ഇൻആക്റ്റീവായിട്ട് ഇരിക്കുന്നതായിട്ടാണ്, ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, വളരെ സ്ലോ ആയിട്ടേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുള്ളൂ. നിങ്ങളെ അതിഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലർ വിചാരിക്കുന്ന അഥവാ ഇവർ നിങ്ങളുടെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്താൽ അൺഎക്സ്പ്രസ്ഡ് ലവ് ഒക്കെ ആണെങ്കിൽ ഇവർ നിങ്ങളുടെ അടുത്ത് വന്ന ഒരു പ്രപ്പോസലൊക്കെ ചെയ്താൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയവും ചിലർക്ക് അവിടെ തോന്നുന്നുണ്ട് കേട്ടോ. ഫുൾ വെച്ചിട്ട് അവർ രണ്ടും കൽപ്പിച്ച് ഡിവൈനെ എല്ലാം ഏൽപ്പിച്ചിട്ട് ചിലർ വിചാരിക്കേണ്ട മുന്നോട്ട് തന്നെ പോകാം, ഇനി കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കുന്നില്ല, റിസ്ക് ഫാക്ടർ ഉള്ളത് അവർ മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നവരും അവിടെ ഉണ്ട്. 1-2 കാർഡ് വെച്ച് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ക്ലാരിഫൈ 5 of Wands പ്ലീസ്. 2 കാർഡ് വീണു, അതുകൊണ്ട് ഞാൻ എടുക്കാതിരുന്നത്. ക്ലാരിഫൈ 5 of Wands. ക്ലാരിഫൈ 5 of Wands. ഓക്കെ, 9 of Swords ആൻഡ് Knight of Cups. അവർ ആലോചിക്കുന്നത് നിങ്ങൾ ഇന്നലെ ആയിരിക്കും വഴക്കിട്ടത്, ഇന്നായിരിക്കില്ല. ഇന്നലെ ആയിരിക്കും വഴക്കിട്ടിരുന്നെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വിളിച്ചൊരു മാപ്പൊക്കെ പറയണമെന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതിനെ പറ്റി അവർ ചിന്തിക്കാറുണ്ട്. നിങ്ങളെ വിളിച്ചാലോ സംസാരിച്ചാലോ എന്നൊക്കെ അവർ ആലോചിക്കണ്ടായിരുന്നു. ഒരു സോറി പറഞ്ഞാലോ എന്നൊക്കെ. ആക്ഷൻ വരുമോ ഇവരുടെ ഭാഗത്തുനിന്ന് ഡിവൈൻ? ആക്ഷൻ വരാൻ സാധ്യത, നിങ്ങളെ വന്ന് കാണാനാണ് സാധ്യത കേട്ടോ.
കണ്ടിട്ട് ഒരു സോറി പറഞ്ഞ് തന്ന ഫ്രണ്ട്സ് ആവാനൊക്കെ ഇവർ ശ്രമിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. വഴക്കുണ്ടായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് എന്നും അവിടെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ കപ്സിൻ്റെയും സോട്ട്സിൻ്റെയും മോൺസിൻ്റെ എനർജിയാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. അതേപോലെ സ്വാട്സ് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. വോൺസ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. കപ്സിൻ്റെ എനർജിയാണ് കൂടുതലായിട്ട്. ഓക്കെ, ക്ലാരിഫൈ 7 of cups. ക്ലാരിഫൈ 7 of cups. 7 of cups. ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും കിങ് ഓഫ് വോൺസ് ആൻഡ് 6 of swords നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം അവർക്ക് വരുന്നുണ്ട്. കാരണം റെസ്പോൺസിബിലിറ്റീസ് അവിടെ ജോലിയുമായിരിക്കാം കേട്ടോ. ജോലിപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം. അവർക്ക് മാറി നിന്നേ പറ്റൂ. അവർക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഇവർക്ക് നിങ്ങളെ വിട്ടിരിക്കേണ്ട സാഹചര്യമാണ്. നിങ്ങളോ ഇവരോ ലോങ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, നിങ്ങളിൽ ഒരാൾ യാത്ര ചെയ്ത് പോയേ പറ്റൂ. കാരണം അവരുടെ ജോലി, നിങ്ങളുടെയോ അവരുടെയോ ജോലി ദൂരെയാണ്. അതുകൊണ്ട് ഇവർക്ക് സ്നേഹം മനസ്സിലുണ്ട്, അട്രാക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിൻ്റെ സക്സസ്സിന് വേണ്ട എല്ലാ ഫീലിങ്ങും ഇവരുടെ മനസ്സിലുണ്ട്. പക്ഷേ ജോലി വേറൊരു സ്ഥലത്തായതുകൊണ്ട് നിങ്ങൾക്കോ ഇവർക്കോ രണ്ടിലൊരാൾക്ക് യാത്ര ചെയ്ത് പോയേ സാധിക്കൂ. ഓൾറെഡി അവർ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് കാണുന്ന സമയം ഒരു യാത്രയിലായിരിക്കും. ഓക്കെ, സ്റ്റാർ വെച്ചിട്ട് ഇവിടെ രാശി പറഞ്ഞില്ലല്ലോ. കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ലിബ്ര, ജമുന, അക്വേറിയസ്. തുലാം, മിഥുനം, കുംഭം. ആൻഡ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. മേടം, ചിങ്ങം, ധനു. ഈ രാശികൾ മാത്രമാണോ ചോദിച്ചാൽ അങ്ങനെ അല്ല കേട്ടോ. എല്ലാവർക്കും കണക്റ്റഡ് ആവും. ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുത്തോളുക. കൂടുതലായും ഈ രാശിയാണ് കണക്റ്റ് ആയതെന്നേ അവിടെ അർത്ഥമുള്ളൂ കേട്ടോ. ഒത്തിരി പേര് കാണുന്നതല്ലേ, അപ്പം അതിൽ കുറേ പേരുടെ ഈ രാശിക്കാരാണ് കണക്റ്റ് ആയിരിക്കുന്നത്. ഒരു ക്ലൂവിന് വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ. അവർക്ക് മാത്രമാണ് ഈ റീഡിംഗ് എന്ന് അർത്ഥമില്ല കേട്ടോ. സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ് രാശിയാണ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ക്ലാരിഫൈ ചെയ്ത് സ്റ്റാർ ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഓക്കെ, പേജ് ഓഫ് കപ്സ് ആൻഡ് 8 of wands. കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ബേസിക് ആയിട്ട് അവിടെ കാണുന്നത്. ഇവർ ആക്റ്റീവായിട്ട് നിങ്ങളുടെ എന്താ പറയുക, ഓൺലൈൻ ആക്ടിവിറ്റീസൊക്കെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഓക്കെ, റെഗുലറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വളരെ സ്നേഹമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. മേടം, ചിങ്ങം, ധനു എന്നീ രാശിക്കാരാണ് കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആവുന്നത്. ഓക്കെ, ലവേഴ്സ് വെച്ചിട്ട് മിഥുന രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ക്ലാരിഫൈ ദ ലവേഴ്സ്. അവിടെയും അവർ ഭയങ്കര പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ പ്രതി കേട്ടോ. മിഥുന രാശിക്കാർ, അതിൻ്റെ കൂടെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു കൂടുതലായിട്ടും. ഓക്കെ, ഇവർ ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഏത് രാശിക്കാരോ ആയിരിക്കാം. കൂടുതലായിട്ട് ഇവർക്ക് സ്നേഹം കൂടിയിട്ട് നിങ്ങളെ പൊസസീവായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ ഒക്കെ ഇവർ വളരെ ആക്റ്റീവായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ സ്നേഹമായിട്ട് മെസ്സേജസൊക്കെ അയക്കുന്നുണ്ടാവും. അയക്കണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ ഓൾറെഡി അയച്ചിട്ടുണ്ട്. അയച്ച മെസ്സേജസൊക്കെ ഇവർ വീണ്ടും നോക്കുന്നതായിട്ട്, നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കുന്നതായിട്ടും വളരെ സ്നേഹമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. മീന രാശി, പൈസസ് രാശി കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആവുന്നുണ്ട്. ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്. ക്വീൻ ഓഫ് സോർഡ്സ് ആൻഡ് ദ ടവർ. ഇത് തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ക്വീൻ ഓഫ് ഹൈ പ്രീസ്റ്റസ് പറയുമ്പോൾ തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടി വളരെ ഫോഴ്സ്ഫുള്ളി ഇവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു ടവർ മൂവ്മെൻറ്റിന് ഇത് കാരണമായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് ക്വീൻ ഓഫ് സോർഡ്സ് ഇത് ഇവരുടെ സ്പൗസ് ആയിരിക്കാം, ഇവരുടെ മദർ ആയിരിക്കാം. ഓക്കെ, അവർ ചില നെഗറ്റീവ് കാര്യങ്ങൾ ഉപയോഗിച്ച് ഇവരുമായിട്ട് നിങ്ങൾക്കൊരു ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അവരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. പൈസസ്, മീന രാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്.
അതേപോലെ ക്വീൻ ഓഫ് സ്വാർട്സ് വെച്ചിട്ട് ലിബ്ര ജമുന അക്വേറിയസ് തുലാം മിഥുനം കുംഭം ടവറിന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മളൊരു രാശി പറയാറില്ല. ഇത് വളരെ നെഗറ്റീവായിട്ടൊരു എനർജിയാണ് അവിടെ നമുക്ക് കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. അതായത് സ്പെൽസ് ഒക്കെ ഉപയോഗിച്ച് ഇവരെ പിടിച്ച് വെച്ചിരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഇവർ പേടിക്കുകയാണ്, നിങ്ങളുടെ പേഴ്സൺ ഇവരെ പേടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ തേർഡ് പാർട്ടിയെ വളരെയധികം പേടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ദി എംപറർ ഫീലിങ്സിലാണ് നമ്മൾ ഈ പറയുന്നത്. നിങ്ങളോട് ഇത് പറയണമെന്ന് അവർക്കുണ്ട്. ഓക്കെ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കാത്തത് ഈ പേഴ്സൺ ഇവരെ പിടിച്ച് ഫോഴ്സ്ഫുള്ളി പിടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു തടസ്സമാണ്, കണ്ടില്ലേ, ഒരു റൂമിൻ്റെ അകത്ത് അടച്ചു കിടക്കുന്ന പോലെയാണ്. അവർക്ക് കൺഫ്യൂഷനാണ്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാതെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആക്ഷൻ വരുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. ക്ലാരിഫൈ ദി എംപറർ. ക്ലാരിഫൈ ദി എംപറർ. ക്ലാരിഫൈ ദി എംപറർ. Two of Pentacles and Four of Swords. Two of Pentacles and Four of Swords. അവിടെ ഇവരുടെ ജഗ്ലിംഗ് സിറ്റുവേഷൻ മൂലം ഇവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കൺഫ്യൂഷൻ മാത്രമല്ല, പ്രാക്ടിക്കൽ ചിന്താഗതി മൂലമാണ് ഈ കൺഫ്യൂഷൻ അവിടെ വരുന്നത്. നിങ്ങൾ തമ്മിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് ഒക്കെ കാണും. ഏജ് ഡിഫറൻസ് കാണും. ഓക്കെ, ഇന്നലെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചിരുന്നു, 3-4 ഏജ് എന്നൊക്കെ പറയുന്ന ഒരു ഡിഫറൻസ് ആണോ? ഏജ് ഡിഫറൻസ് മാറ്റേഴ്സ് വെൻ ലേഡി റിലേഷൻഷിപ്പിലെ ലേഡി ആണിനേക്കാളും പ്രായക്കൂടുതൽ വരുമ്പോൾ 2-3 വയസ്സ് പോലും അവിടെ ഡിഫറൻസ് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വളരെ കൺസിഡറബിൾ ആയിട്ട് തന്നെ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, അതിനെക്കുറിച്ച് ഓർത്ത് ഇവർക്ക് സ്നേഹം ഉണ്ടെങ്കിലും ഇപ്പുറത്ത് കിങ് ഓഫ് കപ്സ് ആണ്, അപ്പോൾ സ്നേഹമുണ്ട്. എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാത്തത്? ഈ ജഗ്ലിംഗ് സിറ്റുവേഷൻ കൊണ്ടാണ്. പ്രാക്ടിക്കലായിട്ട് ഇവർ ചിന്തിക്കുകയാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ നടക്കുമോ എന്നൊക്കെ ഇവർ ഓർത്ത് സ്ട്രെസ്ഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ അവർ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഭയങ്കര എന്താ പറയുക, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുകയാണ്, ഹാർട്ട് കൊണ്ടല്ല. ഫീലിങ്സ് വരുമ്പോൾ മനസ്സുകൊണ്ടല്ലേ നമ്മൾ ചിന്തിക്കുക, പക്ഷെ മനസ്സുകൊണ്ടല്ലാതെ ഇവർ ബ്രെയിൻ കൊണ്ട് മാത്രം ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫീലിങ്സിനേക്കാളും പ്രാക്ടിക്കാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് മനസ്സിലായല്ലോ. ക്ലാരിഫൈ. ചിന്തിക്കുന്നത് തല കൊണ്ടല്ലേ എന്ന് ചോദിക്കേണ്ട. 2 രീതിയിൽ ചിന്തിക്കാറുണ്ട് മനുഷ്യർ. നമ്മൾ ഫീലിങ്സിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, ഇമോഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നതെങ്കിൽ അവിടെ നമ്മൾ സ്നേഹം, കരുണ, കൺസിഡറേഷൻ അതൊക്കെ നമ്മൾ കൂടുതൽ ഇത് കൊടുക്കും. പ്രാക്ടിക്കാലിറ്റി വരുമ്പോൾ നമ്മൾ സിറ്റുവേഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഓക്കെ, എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, പൈസയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, ഈഗോയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, സോഷ്യൽ സ്റ്റാറ്റസ്, റിലിജിയൻ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കും. അതാണ് വ്യത്യാസം. ഓക്കെ, ക്ലാരിഫൈ. പ്ലീസ് ടെൽ മീ ദ നെക്സ്റ്റ് ആക്ഷൻ ഡിവൈൻ. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ വരാൻ സാധ്യതയുണ്ടോ? അവിടെ അവർ കുറച്ച് സെൽഫിഷായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കുറച്ച് സ്വന്തം കാര്യം ആദ്യം നോക്കട്ടെ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ആക്ഷൻ വരുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, ആക്ഷൻ വരാത്ത അവിടെ ഞാൻ വരില്ല എന്ന് തന്നെ പറയും. ഓക്കെ, കാരണം നമ്മൾ എല്ലാവർക്കും എല്ലാം ഒത്തുവരില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഏരീസ് മേട രാശിക്കാരെ അവിടെ കൂടുതലായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതേപോലെ ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. പ്ലീസ് ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. പോസിറ്റീവ് വരുന്നവിടെ പോസിറ്റീവ് എന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഡെത്ത്, ചാരിയറ്റ്. ഓക്കെ, അവിടെ നിങ്ങളുമായിട്ട് അവിടെ ഒരു പ്രശ്നമില്ല. അവർക്ക് സ്നേഹം തന്നെയാണ്.
ഇനാക്റ്റീവായിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ അവിടെ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഉറച്ച തീരുമാനത്തോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് പോസിബിൾ ആവുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. രണ്ട് മേജർ അർക്കാന കാർഡ്സ് ആണ് അവിടെ. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുമായിരിക്കാൻ സാധ്യതയുണ്ട്. ഈവൻ പൊളിറ്റീഷ്യൻ ആയിരിക്കാം കേട്ടോ. കുറച്ച് മാനിപ്പുലേറ്റീവ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാളാണ്. നല്ല മാനേജറിയൽ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കണം. യൂണിഫോം ആവശ്യമുള്ള ഒരു ജോബാണ്. അത് എന്തുമാവാം അല്ലേ. ഏത് ഹോട്ടൽ ഇൻഡസ്ട്രി ഉണ്ട്, ആർമി, നേവി, എയർഫോഴ്സ്, പോലീസ്, പിന്നെ ഈവൻ വക്കീല്, ഡോക്ടർ, നേഴ്സ്, ലാബിൽ വർക്ക് ചെയ്യുന്നവർ, ഡ്രൈവേഴ്സ്, പിന്നെന്താ ഈവൻ റെയിൽവേ സ്റ്റേഷനിൽ പല ജോലികൾ ചെയ്യുന്നവരുണ്ട് അല്ലേ. അങ്ങനെ യൂണിഫോം വേണം നിങ്ങളുടെ ജോലി, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ജോലിക്ക്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇന്ന ജോലിയൊന്നൊന്നുമില്ല, യൂണിഫോം ധരിച്ച് ചെയ്യേണ്ടെന്ന് ജോലി ചെയ്യുന്ന ഒരാൾ. അവിടെ ഒരു ഉറച്ച തീരുമാനമായിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് അവരുടെ സൈഡിൽ നിന്ന് കാണുന്നത്. അവിടെ യാതൊരു പ്രശ്നങ്ങളും കാണുന്നില്ല. ക്യാൻസർ, കർക്കിടക രാശി കുറച്ച് കൂടുതലായിട്ട് അവിടെ ഉണ്ട്. അതേപോലെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഡെത്ത്, സ്കോർപ്പിയോ, വൃശ്ചിക രാശി കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ക്ലാരിഫൈ 4 of Cups, clarify 4 of Cups, clarify 4 of Cups. അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളെ ഭയങ്കരമായിട്ട് ആലോചിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ മിസ്സിങ് ആണ്. ഒന്നുകിൽ നിങ്ങൾ ഇവർക്കൊരു റിജക്ഷൻ കൊടുത്ത് കാണും. ഓക്കെ, അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് നിങ്ങളൊരു റിജക്ഷൻ കൊടുത്ത് കാണും. പക്ഷേ ഇവർക്ക് നിങ്ങളെ മറക്കാൻ സാധിച്ചിട്ടില്ല. ഇവർ ഉറച്ച് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല. ഇവർ ഹൈലി അട്രാക്റ്റഡ് ആണ് നിങ്ങളെ പ്രതി. നിങ്ങൾ കൊടുക്കുന്ന കെയർ, സ്നേഹമൊന്നും ഇവർക്ക് വേറെ ആരുടെ ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങളെ കാണാനും വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മുഖം ഇവർക്ക് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനാണ്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു റിജക്ഷൻ അവർക്ക് കൊടുത്ത് കാണണം. മിസ്സിങ് എനർജിയും കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ തിരിച്ചു ആയിരിക്കാം. ഓക്കെ, തിരിച്ചു ആയിരിക്കാം. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. വൈസ് വേഴ്സയും എല്ലാ കേസിലും എടുത്തോളണം. അവിടെ 9 of Wands ആണ്. അതായത് നിങ്ങൾ അവരെങ്ങ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അവർക്ക് ഇനി തടസ്സമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. കാരണം സിവിയർ ഹാർട്ട് ബ്രേക്കാണ് അവിടെ കിട്ടിയത്. ഒറ്റപ്പെട്ട് മനസ്സുടഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 4 of Cupsൻ്റെ ഇരിപ്പ് തന്നെ കണ്ടില്ലേ. മനസ്സുടഞ്ഞ് വല്ലാതെ വിഷമിച്ച് നിങ്ങളെ ഓർത്തിരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ടോറസ് രാശി, അത് ഇടവ രാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. വിർഗോ, കന്നി രാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതേപോലെ കപ്സ് എല്ലാ രാശിയും തന്നെ ഉണ്ടല്ലോ അവിടെ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇത്രയും രാശി അവിടെ കണക്റ്റ് ആയിട്ട്. ഇടവ രാശി വളരെ കൂടുതലായിട്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ഫൂൾ ആയിരുന്നേ. ക്ലാരിഫൈ ദ ഫൂൾ, പ്ലീസ് ക്ലാരിഫൈ ദ ഫൂൾ. Ace of Pentacles and 6 of Wands. അവിടെ വളരെ ക്ലിയർ ആണ് അല്ലേ. അവർ രണ്ടും കൽപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്ന് തന്നെ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ്, ഒരു മാരേജ്, ഒരു പ്രപ്പോസലൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ. അവിടെ യാതൊരു കൺഫ്യൂഷനും ഇല്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള എനർജിയാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ഏരീസ്, മേടരാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇത്രയും രാശികളാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. ഇവിടെ കിളികളുടെയും കാക്കയുടെയും ഒരു കേൾക്കുന്നില്ലേ, അത് നല്ല ലക്ഷണം തന്നെയാണ് കേട്ടോ. കിളികളുടെ ശബ്ദമൊക്കെ ഒരുപാട് നല്ലതാണെന്ന് പറയും. കിളിക്ക് സന്തോഷം വന്നിട്ട് കിളി കിടന്ന് വിളിക്കുക. ആകെ മൊത്തം പോസിറ്റീവ് എനർജി തന്നെ ആയിരുന്നു കൂടുതലായിട്ടും. ഓക്കെ,
നെഗറ്റീവ്സ് വളരെ കുറച്ച് കണ്ടിരുന്നുള്ളൂ. നെഗറ്റീവ്സ് കണ്ട സ്ഥലത്ത് ഞാൻ നെഗറ്റീവാണെന്ന് പറയുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, പോസിറ്റിവിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാം നല്ലതായി തന്നെ വരുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പിൻ്റെ ഓപ്ഷൻ ആക്ടിവേറ്റ് ആയി കിട്ടുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്ത് തരണേ. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. നാളെ 11 മണിക്ക് സബ്സ്ക്രൈബേഴ്സ് ലൈവ് ഉണ്ട്, പറ്റുന്നവർ ജോയിൻ ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വെക്കുക കേട്ടോ. ബൈ.